ഇന്നിപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ബിർനാണി വേണമെന്ന് ആവശ്യപ്പെട്ട ഒരു അംഗനവാടി ബാലനെ കുറിച്ച് ശംഖുവിന്റെ ആവശ്യം പരിഗണിച്ചു, അത് ചെവിക്കൊണ്ടു എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ പൂർണ്ണമായി അംഗൻവാടി മെനു പുതുക്കിയപ്പോൾ വാർത്തകളെല്ലാം വന്നത്. ശംഖു ഇപ്പോൾ നമ്മോടൊപ്പം തത്സരം ചേരുകയാണ്. ശംഖു ചക്ര ഇപ്പൊ എവിടെയാ? ദേ പോയി. ഹലോ ശംഖു. ശംഖുന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ശംഖുന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ ഓക്കെ. ശംഖുന് ബിർനാണി എല്ലാവർക്കും കിട്ടും, അറിഞ്ഞായിരുന്നോ? അങ്കണവാടിയിൽ എല്ലാവർക്കും ബിർനാണി കിട്ടും, അറിഞ്ഞോ? ആണോ? അപ്പൊ ശംഖു അല്ലേ ഇത് ആദ്യം പറഞ്ഞത്? ഇത് ശംഖുവിന് സന്തോഷായില്ലേ കേട്ടപ്പോ? ആ പിന്നെ എന്താ ഒരു സങ്കടം മുഖത്ത്? എന്താന്ന് കേട്ടില്ല. ക്ലേ കളിക്കുവാണോ? ഓ കളിച്ചോണ്ടിരിക്കുകയാണോ? ഓക്കെ ഓക്കെ. ശംഖു ഇപ്പൊ എവിടെയുള്ള? ശംഖു ഇപ്പൊ അംഗനവാടി പോണില്ലേ? സ്കൂളിൽ പോവാറായി. ഓക്കെ, അപ്പൊ അംഗനവാടി കഴിഞ്ഞു അല്ലേ? 4 വയസ്സാവുന്നു ജൂലൈയില്. ശരി ശംഖു, ഈ മുട്ടയിട്ട ബിർനാനിയും പിന്നെ പൊരിച്ച കോഴിയല്ലായിരുന്നു വേണമെന്ന് പറഞ്ഞേ? പൊരിച്ച കോഴി ഇല്ലെന്ന് തോന്നുന്നു, പക്ഷെ മുട്ട ബിരിയാണി ഉണ്ട്. ഓക്കെ ആണോ? കേട്ടില്ല, ഒന്നുകൂടെ പറ. സ്പൈഡർമാൻ ആയിരുന്നു. അയാൾക്ക് മുട്ട വേണ്ട, സാധാ ബിരിയാണി മതിയെന്ന ആള് പറയുന്നത്. അത് മുട്ട ഇപ്പൊ എന്തോ ഇഷ്ടമല്ല കുറച്ചു നാളായിട്ട്. ഓക്കെ, അപ്പൊ സാധാ ബിരിയാണി. എന്നാലും ബിരിയാണി ഉണ്ട് ശംഖു. ബിരിയാണി ഉണ്ട്. ശംഖുവിനെ എല്ലാരും ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ കൈയടിക്കുകയും ഗുഡ് ബോയ് എന്നൊക്കെ പറയാണ്. ശംഖു അറിഞ്ഞിരുന്നോ? എന്നിട്ട് ഈ പറയുന്നോടൊക്കെ എന്താ പറയുന്നേ? ഹാപ്പി ആയി. ശംഖു ഇപ്പൊ എവിടെയാ ഉള്ളത്? പോവാണോ? ഖത്തറിലാണോ ശംഖു ഉള്ളത്? അയ്യോ, അപ്പൊ നാട്ടിലെ ബിരിയാണി മിസ്സായല്ലോ. ശംഖു 2 മാസത്തേക്ക് അച്ഛന്റെ അടുത്തോട്ട് വന്നതാ, ഖത്തറിലോട്ട്. ജൂലൈയില് പകുതി ആകുമ്പോ വരും സ്കൂളിൽ ചേരാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ശംഖു നാട്ടിൽ വരുമ്പോ ഒരു ദിവസം പണ്ട് പഠിച്ച അംഗൻവാടി പോയിട്ട് ബിരിയാണി ഉള്ള ദിവസം ബിരിയാണി കഴിക്കാൻ പോവോ? അവിടുത്തെ ടീച്ചറോടൊക്കെ പറയോ ഞാൻ പറഞ്ഞിട്ടാണ് അതെ എല്ലാ കുട്ടികൾക്കും ബിരിയാണി കിട്ടണമെന്ന് പറയോ? പറയും. പറഞ്ഞോ. ബിരിയാണിയും എരിവില്ലാത്ത പൊരിച്ചുകോഴി. ഓക്കെ, ഇനി എരിവില്ലാത്ത പൊരിച്ചുകോഴി വേണമെന്ന് ശംഖു പ്രത്യേകം പറഞ്ഞോട്ടോ നമ്മുടെ മന്ത്രിയുടെ അടുത്ത്. എല്ലില്ലാത്ത പൊരിച്ചുകോഴിയാണോ? ഓക്കെ, എല്ലില്ലാത്ത പൊരിച്ചുകോഴി വേണമെന്ന് മിനിസ്റ്ററോട് പ്രത്യേകം പറയണം ശംഖു, കേട്ടോ. പറയോ? ഓക്കെ. അപ്പോ ആരൊക്കെ വിളിച്ചു ഇതൊക്കെ അറിഞ്ഞിട്ട്? ശംഖു ഇപ്പൊ ഒരു സൂപ്പർ താരമായി അംഗൻവാടിയില്. അംഗനവാടിയിൽ ശംഖു ഇപ്പൊ ഒരു സൂപ്പർ താരമായി. സ്പൈഡർമാനൊക്കെ പോലെ ഇങ്ങനെ ഭയങ്കര ഹിറ്റാണ്. ഓ, സ്പൈഡർമാന്റെ ഉൾപ്പെട്ടാണോ പോകണേ? ശംഖു പറഞ്ഞത് അമ്മ ഒന്ന് പറഞ്ഞ് എനിക്ക് വ്യക്തമായില്ല. ശംഖു അംഗനവാടിയില് സ്പൈഡർമാന്റെ ഉടുപ്പിട്ടോണ്ട് പോവുന്നു, സൈക്കിളെ സ്പീഡിൽ പോകുന്നു. സൈക്കിളെ സീറ്റ് ബെൽറ്റ് ഇട്ടോണ്ട് പോകും. കണ്ട, അതാണ് സൈക്കിളിന് സീറ്റ് ബെൽറ്റ് വേണം. ശംഖു, അപ്പോ ഇനി ബിരിയാണി കിട്ടി, ഇനി എന്താ ശംഖുവിന് ഏറ്റവും എല്ലാവർക്കും കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത്? പാലുണ്ട്, മുട്ടയുണ്ട്, ബിരിയാണി ഉണ്ട്. ഇനി എന്താ വേണം? മതിയോ? ഹാപ്പിയാണോ? എല്ലാവർക്കും എല്ലില്ലാത്ത പൊരിച്ചുകോഴി വേണോ അല്ലേ? എല്ലാവർക്കും എല്ലില്ലാത്ത പൊരിച്ചുകോഴി വേണം. അതാണ് ഇനി മിനിസ്റ്റർ കേൾക്കേണ്ടത്. ശംഖുവിന് ഒരു ആഗ്രഹമാണ് അത്. ശംഖു ഉറക്കെ പറഞ്ഞോട്ടോ, എല്ലാവർക്കും എല്ലില്ലാത്ത പൊരിച്ചുകോഴി കൊടുക്കണം.
കൊടുക്കാൻ പറ്റേ ഇച്ചിരി കൊടുക്കാം ഇച്ചിരി ഞാൻ വാരി കൊടുക്കാം. ഓക്കെ, ഏറ്റവും ഇഷ്ടം ബിരിയാണിയാണ്, അതുകൊണ്ടാണ് ബിരിയാണി വേണമെന്ന് പറഞ്ഞത്. വേറെ ഒന്നും ഇഷ്ടമല്ല? ഞാൻ ഫീഡ് അതായത് എന്റെ റൂമിക്ക് എന്റെ കണ്ണത്ത് പിന്നെ മഴയൊക്കെ ആകുമ്പോ ഞാൻ എന്നിട്ട് ബിരിയാണി ഫീഡ് തിന്നത്ത് അച്ഛൻ്റെ അടുത്തോട്ട് കുറച്ചു നേരം ഇരിക്കും. അച്ഛൻ തിരിച്ചിരിക്കും. പിന്നെ അച്ഛനോടൊപ്പം ചേരിപ്പോവും വണ്ടി. ഇത് അമ്മ പറഞ്ഞു തരേണ്ടി വരും. ബിരിയാണി സ്പീഡ് തിന്നാന്നാ പറഞ്ഞത്. ഓക്കെ, ബിരിയാണിയാണ് അപ്പൊ ഏറ്റവും ഇഷ്ടം അല്ലേ? ഏറ്റവും ഇഷ്ടം എന്തുവാണ് ശംഖുന്? ബിരിയാണി. പിന്നെന്തോ ഇഷ്ടം? ബിരിയാണിയും പൊരിച്ച കോഴി. ബിരിയാണി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഏറ്റവും ഇഷ്ടം ബിരിയാണി പൊരിച്ചു കോഴി. ഖത്തറിൽ ബിരിയാണി കിട്ടുന്നുണ്ടോ? പിന്നെന്തുവാ? ഖത്തറിൽ ബിരിയാണി ഉണ്ടോന്ന്? പയറും കഞ്ഞിയും. പയറും കഞ്ഞി ഇഷ്ടമാണ്. അപ്പൊ സമീകൃത ആഹാരമാണ്, എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ, ഖത്തറിൽ ബിരിയാണി കിട്ടുന്നുണ്ടോ ശംഖു? ഇല്ല. എന്നാലും നമ്മുടെ നാട്ടിലെ അംഗൻവാടി കിട്ടാൻ പോകുന്ന ബിരിയാണി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഓടിവാ, ജൂലൈയിൽ വരും, എന്നിട്ട് കഴിക്കും. ജൂലൈ വന്നാ ഇവിടുത്തെ ഇപ്പം ബിരിയാണി തിന്നുന്നത് കേട്ടോ. ആ കേട്ടു. അപ്പൊ ഓടി വരും ബിരിയാണി കഴിക്കാൻ അല്ലേ? അല്ല ശംഖു, ഓടിയെത്തും ബിരിയാണി കഴിക്കാൻ. ഓടിയെത്തുമ്പോ കടിയൊന്നും അല്ല എന്താണ് കേട്ടോ, ഒന്നും മനസ്സിലായില്ല ഇവിടെ. ഓടിയല്ല, എയറോപ്ലെയിനിൽ എത്തും. ഓക്കെ, ഓടി വരാൻ പറ്റൂല, പറന്നു വരും. അപ്പൊ നോക്ക്, മേലോട്ട് വരും. റൈറ്റ്. ശംഖുവിന്റെ അമ്മ ഒരു കാര്യം ചോദിച്ചിട്ട്, ഈ അന്ന് ആ വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? എങ്ങനെയാണ് ബിരിയാണി ശംഖുവിന് പറയുന്ന ആ വീഡിയോ എടുത്തത് എങ്ങനെയാണ്? അത് ശംഖു ബിരിയാണി കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു അന്നേരം ആള് പറഞ്ഞു ആളിന് ഉപ്പുമാവ് ഇഷ്ടമല്ല. അതിന്റെ അടുത്ത് എന്നും ഈ ഉപ്പുമാവ് പിള്ളേർക്ക് കൊടുക്കുമ്പോ അവർക്ക് അത് ബോറടിക്കുമല്ലോ, എന്നും ഇത് തന്നെ സെയിം സംഭവം കഴിച്ചോണ്ടിരുന്നിട്ട്. അങ്ങനെ ആള് ഇത് കഴിച്ചോണ്ടിരുന്നപ്പോ അന്ന് വൈകിട്ട് അംഗനവാടിയിൽ നിന്ന് പോയിട്ട് വന്നിട്ട് കഴിച്ചതായിരുന്നു. അപ്പൊ ബിരിയാണി കഴിച്ചോണ്ടിരുന്നപ്പോഴാ പറഞ്ഞ അംഗനവാടിയിൽ ഉപ്പുമാവ് മാറ്റിയിട്ട് ബിരിയാണി വേണമെന്ന്. എന്തായാലും അക്കാര്യത്തില് ശംഖുവിന്റെ ആ ആഗ്രഹം അത് ഗംഭീരമായി എന്നുള്ളത്, സഫലമായി എന്നുള്ളതാണ്. അമ്മയ്ക്ക് ആ വീഡിയോ എടുത്തപ്പോൾ ഇപ്പോൾ അതിലൊരു സന്തോഷം തോന്നുന്നില്ലേ? ഇയാളുടെ വീഡിയോ കുഞ്ഞിലേ തൊട്ട് ഇങ്ങനെ എടുത്തിടുമായിരുന്നു. മീൻസ് അങ്ങനെ ഇട്ടതല്ല, നമ്മുടെ ഫോൺ പോകുമ്പം ഈ വീഡിയോ എല്ലാം സേവ് ആക്കാൻ വേണ്ടി ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ കുഞ്ഞിലേ തൊട്ടുള്ള എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇട്ട കൂട്ടത്തിൽ സംഭവം കേറി. ഓക്കെ, ആളെ ഓടിപ്പോയോ? ഇതെന്താ പുതിയ ക്ലേ ആയിട്ട് വന്നാണോ? ആ, ക്ലേ കളിക്കുക. എന്താണ്? എനിക്ക് കോൺ ഐസ്ക്രീം ഉണ്ടാക്കിയത്. കോൺ ഐസ്ക്രീം. അത് കോൺ ഐസ്ക്രീം ആയിരുന്നല്ലേ? ഓക്കെ, അപ്പൊ ഇനി അംഗൻവാടിയിൽ ഐസ്ക്രീം വേണോ ശംഖു? കൈ കൊണ്ടുണ്ട് ഐസ്ക്രീം ഒക്കെ കഴിച്ചാലേ എല്ലാവർക്കും അസുഖമൊക്കെ വന്നാലോ, പനിയൊക്കെ വന്നാലോ? തൈര് കൊണ്ട് ഉണ്ടാക്കുമെന്നാ പറഞ്ഞേ. തൈര് കൊണ്ട് ഐസ്ക്രീം അല്ലേ? ഇയാളെ പറ്റിക്കാൻ വേണ്ടി തൈര് ഐസ്ക്രീം ആണെന്ന് പറഞ്ഞ് കൊടുക്കും. അതിൽ കുറച്ച് തേൻ ഒഴിച്ചിട്ട്, അതാ ഇയാള് പറയുന്നത്. ഓക്കെ, ശംഖു അന്ന് കണ്ട ശംഖു അല്ലല്ലോ ഇപ്പൊ? വലിയ മുടിയൊക്കെ നീട്ടി ഹെയർ സ്റ്റൈൽ ഒക്കെ മാറി വേറെ ലുക്കായല്ലോ. മുടി വളർത്തുക. അതെന്താണോ? അത് ഞങ്ങള് മുട്ട അടിക്കാതിരിക്കാണ്. ശംഖു, ഈ എന്ത് ബിരിയാണി എന്നോടൊന്ന് പറഞ്ഞേ. എന്തുവായിരുന്നു? ബിരിയാണിയും പൊരിച്ച കോഴി. നേരെ നോക്ക്. ബിരിയാണി. എടാ, നീ അങ്കമാടി പോയിട്ട് ബിരിയാണി എന്നാ മാറ്റി പറയാത്തെ? ബിരിയാണി അല്ലേ അത്? ബിരിയാണി അല്ലേ, ബിർനാണി അല്ലല്ലോ. ബിരിയാണിയും പൊരിച്ച കോഴി. ബിർനാണി മതിയില്ലേ? പിന്നല്ല, ചിക്കൻ ബിർനാണി. എന്തായാലും ശംഖു ചിക്കൻ ബിർനാണി അല്ല കേട്ടോ, മുട്ട ബിർനാണിയാണ്. മുട്ട ബിരിയാണി വേണ്ട, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോ. ബിരിയാണി മതി. ബിരിയാണി മാത്രം ചിക്കൻ ഇപ്പൊ ആളിന് മുട്ട ഇഷ്ടമല്ല. മുട്ട തിന്നപ്പോഴത്തേക്ക് ആളിടയ്ക്ക് ഒന്ന് ഛർദിച്ച്. അപ്പൊ അതിനുശേഷം മുട്ടയോട് എന്തോ ഒരു താല്പര്യമില്ല, എന്തോ പറ്റിയ ആളിന്. അതാ മുട്ട ഇപ്പൊ. അതിനിടയ്ക്ക് കോൺ ഐസ്ക്രീമും കഴിച്ചു അല്ലേ? എത്ര പേര് കാണുന്നുണ്ടെന്ന് അറിയോ? അവരൊക്കെ ചോദിക്കില്ലേ ഇതാണോ കോൺ ഐസ്ക്രീം?
കോൺ ഐസ്ക്രീം അല്ല, ക്ലേ വെച്ച് ഓരോന്ന് ഉണ്ടാക്കുവാ ആള്. ഓക്കെ, അപ്പൊ ശംഖുവിന് ഏത് സ്കൂളിലേക്കാ ചേരാൻ പോകുന്നത് പുതിയതായിട്ട്? ഏത് സ്കൂളിലാ പോകുന്നത്? ശംഖുവിന്റെ കൂട്ടുകാരുടെ കൂടെ പോകും. ഒന്നും തീരുമാനിച്ചില്ല. നാട്ടിൽ വന്നു കഴിയുമ്പോ ജൂലൈയിൽ പകുതിക്ക് കൊണ്ട് ചേർക്കാനാ. ഓക്കെ, അപ്പൊ ശംഖു എന്താണെങ്കിലും ഇന്നിപ്പോ ഈ പ്രവേശനോത്സവത്തിന്റെ സമയത്തൊക്കെ ശംഖു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു കേട്ടോ. പ്രത്യേകിച്ച് ഇന്ന് മന്ത്രിയുടെ ആ ഒരു പ്രഖ്യാപനമൊക്കെ അറിഞ്ഞപ്പോ മെനു ഒക്കെ പുതുക്കിയെന്ന് പറഞ്ഞപ്പോ ആദ്യം ഓർമ്മ വന്നത് ശംഖുവിനെയാണ്. ഞാനൊന്നും മുന്നിൽ ഞാൻ 1.5 മാസം ഇവിടെ കൊണ്ട് കാര്യ അവിടെ നിന്നാണെന്നല്ലേ. അതെ, ഇവിടെ നിന്നാണെങ്കിൽ വേറെ ലെവലായേനെ ശംഖു. ശംഖുവിന്റെ അച്ഛനെ കാണാൻ വേണ്ടി വന്ന ഞങ്ങള്. ശംഖുവിന്റെ അച്ഛന് ലീവ് ഇല്ലായിരുന്നു, അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നു. ആ കുഴപ്പമില്ല. ഓക്കെ ശംഖു, അപ്പൊ എന്തായാലും ശംഖു അടിപൊളിയാണ്. അപ്പൊ നാട്ടിൽ വന്നിട്ട് അങ്കമാടി പോയിട്ട് ബിരിയാണി കഴിക്കണം കേട്ടോ. മുട്ട നമുക്ക് മാറ്റി വെക്കാം. മുട്ട ബിരിയാണി ഇഷ്ടമല്ലെങ്കിൽ ആ മുട്ടയൊക്കെ മാറ്റി വെക്കാന്ന്. മുട്ട മാറ്റിയിട്ട് ബിരിയാണി കഴിക്കും. ആ മുട്ട ടീച്ചർ തരും മുട്ട. ആ ടീച്ചറോട് പറ എനിക്കിപ്പോ മുട്ട വേണ്ടാന്ന്. പക്ഷെ മുട്ട കഴിച്ചാൽ നല്ലത് ആരോഗ്യത്തിന്. അത് മുട്ട കഴിച്ചോണ്ടിരുന്നായിരുന്നു. ഇടയ്ക്കൊന്ന് ഛർദിച്ച ആള് മുട്ട തിന്നു കഴിഞ്ഞപ്പോ എന്തോ പറ്റി അതിന്. അപ്പൊ പിന്നെ മുട്ട കഴിച്ചിട്ടില്ല. പക്ഷെ പറയാതെ കൊടുത്താ കഴിക്കും. ഇന്ന് രാവിലെയും പറയാതെ ഞാൻ കൊടുത്ത്, അതിനകത്ത് ചേർത്ത് ചോറിനകത്ത് അറിയാതെ കൊടുത്തപ്പോ കഴിച്ചു. പക്ഷെ കണ്ടോണ്ട് കഴിക്കൂല. ശംഖു അറിഞ്ഞില്ല അല്ലേ ശംഖുവിനെ പറ്റിച്ചത്? ഇല്ല, അറിഞ്ഞിട്ടില്ല. കാണാതെ തിന്നിട്ടുള്ളൂ. ഓക്കെ, ശംഖുവിന് ഈ ബിരിയാണി അല്ലാതെ വേറെ എന്തൊക്കെയുണ്ട്? ഇപ്പൊ പുലാവ് ഉണ്ട് പുതിയ മെനുവില്. പുലാവ് കഴിച്ചിട്ടുണ്ടോ? പൊരിച്ച കോഴി ബിരിയാണി അത് വിട്ടുള്ള കളിയില്ല. പുലാവും ബിരിയാണിയുടെ കൂട്ടാനാ കാണാൻ. അതും തിന്നും. ഇയാള് കഴിച്ചിട്ടുണ്ട് വെജിറ്റബിൾ ബിരിയാണി, ബാക്കി മന്തി, എല്ലാ സാധനവും ബിരിയാണി എന്നും പറഞ്ഞ് കഴിച്ചോളൂ. ഇല്ല, കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല. കഴിക്കാൻ പോണേല്ലോ. ഇന്ന് അമ്മോട് ബിരിയാണി വാങ്ങിച്ചു തരാൻ പറയണം കേട്ടോ. ബിരിയാണി ഉണ്ടാക്കി തരാം. ബിരിയാണി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. അതിൽ പൊരിച്ച കോഴി ഉണ്ടാവോ? അവള് പൊരിച്ച കോഴി ഉണ്ടാക്കി തന്നില്ലേ ഇന്നലെ 2 ദിവസം മുന്നേ? പൊരിച്ച കോഴി മാത്രം. അപ്പൊ ബിരിയാണി ഉണ്ടായില്ലേ? വേറെ ബിരിയാണി ഒന്നുമില്ല. ബിരിയാണി ഒന്നും